ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നത്? ഇത്ര വലിയൊരു കാര്യം നടന്നിട്ടും ഒരു കുലുക്കവും ഇല്ലല്ലോ സുഭാഷ് ഏട്ടന്. സുഭാഷ് ഏട്ടന്റെ നിൽപ്പ് കണ്ടാൽ അറിയാം എന്തോ മറക്കുന്നുണ്ടെന്ന്. സത്യം പറ, ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നം? ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് മറച്ചു വെക്കുന്ന രഹസ്യം എന്താ? അന്നൊരു ദിവസം ബാഗുമായി എങ്ങോട്ടോ പോയി, പിന്നീട് ഇവര് തിരിച്ചു വന്നു. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഹണിമൂണിന് പോയിട്ട് മടങ്ങി വന്നതാണെന്നുള്ള പച്ചക്കള്ളം. അത് ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ കരുതിയത്? അപ്പോ ഈ വീട് വിട്ടു പോകണമെന്ന് ഏട്ടത്തി നേരത്തെ തന്നെ തീരുമാനിച്ചു അല്ലെ? അന്ന് മുതലേ ഇത് സുഭാഷ് ഏട്ടൻ അറിയാം. അതിന്റെ കാരണം അന്നേ സുഭാഷ് ഏട്ടൻ പറയാൻ തുടങ്ങിയതാ. പക്ഷെ അവര് തിരിച്ചു വന്നപ്പോൾ അത് മറച്ചു വെച്ചു. അതിപ്പോൾ ഇവിടെ വെച്ച് പറ, എന്താ സുഭാഷ് ഏട്ടൻ ഇവര് തമ്മിലുള്ള പ്രശ്നം? ഈ വീട്ടിൽ എന്താ നടക്കുന്നത്? ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും ഒന്ന് തുറന്നു പറ. നികേഷ് പൊട്ടിക്കരയുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഷട്ടിൽ കുത്തിപ്പിടിച്ച് തടഞ്ഞുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, എടോ എങ്ങോട്ടാടോ പോകുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേണ്ട താൻ എങ്ങോട്ടും പോകില്ല. ഉത്തരം പറ. സുധീഷ് പറയുന്നു, എനിക്ക് സൗകര്യമില്ല. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഹരീഷ് പറയുന്നു, ഉത്തരം പറഞ്ഞാൽ മതിയാകൂ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നാ കേട്ടോ, ഡിവോഴ്സ് വാങ്ങിക്കാൻ തന്നെയാ പോകുന്നത്. ഞങ്ങൾ ഇനിയും ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഡിവോഴ്സ് ചെയ്യാൻ പോകുക. എന്താ വേണ്ടത്? എന്നെ കൊണ്ട് ഈ വീട്ടിൽ നിനക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിലേ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ ഈ വീട് വിട്ടങ്ങ് പോയേക്കാം. അത് പോരാടാ നിനക്ക്. ഹരീഷ് പറയുന്നു, കണ്ടില്ലേ, ഇങ്ങേര് പോയാൽ എല്ലാം ശരിയാകുമോ? പറയടോ, തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഡിവോഴ്സ് ചെയ്യാം. ചോദിച്ചാൽ വീട് വിട്ടു പോകും അല്ലെ? ഈ വക വേഷം കെട്ടൊന്നും താൻ എന്റെ അടുത്ത് ഇറക്കണ്ട. എന്നോട് കാരണം പറഞ്ഞേ പറ്റൂ. ഇയാൾ എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത്? അത് പറഞ്ഞിട്ട് മതി. ഇനി ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ കല്യാണം കഴിച്ച മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോന്ന്? പകരം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുകയല്ലേ ചെയ്തത്? എടോ, ഇങ്ങേർക്ക് വേണ്ടി ആഘോഷിക്കുകയല്ലേ ചെയ്തത്? ഇയാള് കല്യാണം കഴിച്ചു വന്നതിന്റെ പിറ്റേന്ന് നാടാകെ അറിയുന്നത് പോലെ കല്യാണം നടത്തി കാണിച്ചു ഞങ്ങള്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എടോ, ഇയാൾ ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കുവേ ആ രാത്രി സന്തോഷത്തിന്റെ രാത്രിയായിരുന്നു. എടോ, ഇത്രയും പേരുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് എന്തിനായി ഡിവോഴ്സ് എന്ന് എനിക്കറിയണം. എടോ, താൻ വേറെ ഒന്നും പറയണ്ട, കാരണം മാത്രം പറ. പറയാൻ കണ്ടു നിറങ്ങിയ സുധീഷ് പറയുന്നു, കാരണം. നികേഷ് ചോദിക്കാണ്, എന്തിനായി എടുത്തി പോകുന്നത്? എന്താ എടുത്തി കാരണം? ഈ വീട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത്രയും കൂടി വലിയ വീട് വാടകയ്ക്ക് എടുക്കാം. അതോ ഇനി സുധീഷ് ഏട്ടൻ പറഞ്ഞ നുണ കാരണമാണോ പോകുന്നത്? ഒരു തവണ സുധീഷ് ഏട്ടനോട് ക്ഷമിച്ചൂടെ? ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണ. നിധി പറയുന്നു, ഞാൻ പറയാം സുഭാഷ് ഏട്ടാ, അതാ നല്ലത്. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ. അതുകൊണ്ടാ ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു, എന്തിനാ ഞാനും സുധീഷും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നേന്നല്ലേ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നു, ഞാൻ പറയാം നികേഷ്, എല്ലാം ഞാൻ പറയാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാ കാരണം. ഡിവോഴ്സ് ചോദിച്ചത് ഞാനാ, ഡിവോഴ്സ് ആവശ്യമുള്ളതും എനിക്കാ. എന്റെ കല്യാണം. നിധി എന്ന് വിളിച്ച് സുഭാഷ് തടയുമ്പോൾ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തി പറയാൻ തുടങ്ങുകയല്ലേ, പറയട്ടെ. സുഭാഷ് പറയുന്നു, ഞാൻ പറയാമടാ, അതാ നല്ലത്. ഇതിനപ്പുറം മറച്ചു വെച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സുധീഷ് നിധിയെ വിവാഹം ചെയ്തു വന്നപ്പോൾ നിങ്ങളെ പോലെ ഞാനും ഒരുപാട് സന്തോഷിച്ചതാ. പിറ്റേന്ന് നിധിയുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞു പോയപ്പോഴേ നിധി അവരുടെ വീട്ടിൽ പോയില്ലേ? തിരിച്ചു വരുമ്പോൾ അവരുടെ കല്യാണം നാട്ടുകാരറിയുന്ന രീതിയിൽ നടത്തണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് റിസപ്ഷന് നിധി സ്റ്റേജിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. അവസാനം ഞാൻ പോയി ചോദിച്ചപ്പോൾ നിധി എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. നമ്മൾ വിചാരിച്ചതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടന്നത് ഒരു റിയൽ കല്യാണം അല്ല ഹരീഷ്. ഇത് കേട്ട് ഞെട്ടി സുധീഷിനെ നോക്കുകയാണ് ഹരീഷും നികേഷും ഭാസ്കരനും. അന്ന് നിധി സുഭാഷിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല. നടന്ന കാര്യങ്ങളെല്ലാം നിധി സുഭാഷിനോട് തുറന്നു പറയുമ്പോൾ റിസപ്ഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി നാട്ടുകാരോട് ക്ഷമ പറയാനായി സ്റ്റേജിലേക്ക് പോയി സുഭാഷിനെയും കുടുംബത്തിനെയും നാണം കെടുത്താതിരിക്കാനായി സുധീഷിന്റെ വധുവായി റിസപ്ഷനിലേക്ക് നിധി വന്നു. തുടർന്ന് സുഭാഷ് പറയുന്നു, ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിധി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നിധി സുധീഷിനെ ഒരു ഡ്രൈവറായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ വന്ന നിധിയുടെ അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇവരെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത്. അന്ന് ഇവരുടെ മുമ്പിൽ രക്ഷപ്പെടാനായിട്ട് രണ്ടേ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് പ്രേമിച്ച് ഓടി വന്നതെന്ന് വിശ്വസിക്കുന്ന പോലീസ് പറയുന്നത് പോലെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിധി അച്ഛന്റെ കൂടെ തിരിച്ചു പോകുക. ആ സമയത്തെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഒരു നുണക്കല്യാണം നടത്തിയത്. പോലീസുകാര് അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് ലീഗലി വാലിഡ് ആയി. ഇതൊന്നും അറിയാതെ ഇവരോടൊരു വാക്കുപോലും ചോദിക്കാതെ നമ്മളന്ന് റിസപ്ഷൻ അറേഞ്ച് ചെയ്തു. സുധീഷിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇതാണ് നടന്നതെന്ന് പറയാനുള്ള ഒരു അവസരം നമ്മളായിട്ട് അവന് കൊടുത്തിട്ടില്ല. അന്ന് ഇവിടെ വരുമ്പോഴാ റിസപ്ഷൻ ആണെന്ന് നിധി അറിയുന്നത് തന്നെ. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നാണം കെടാതിരിക്കാൻ വേണ്ടി ഇവളന്ന് സ്റ്റേജിൽ വന്ന് നിന്നു. അതൊരു വലിയ കാര്യമല്ലേ? അതിന് നമ്മൾ നിധിയോട് കടപ്പെട്ടിരിക്കുന്നവരാ. നിധിക്ക് കല്യാണം ഒരു തടസ്സമാകില്ലെന്ന് അന്ന് ഞാൻ വാക്ക് കൊടുത്തതാ.
എല്ലാവരെയും പതി അറിയിച്ച് ബോധ്യപ്പെടുത്താൻ അവൾ ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നു. ഇവരെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയൽ കല്യാണമല്ല. എടാ, അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം അവർക്കൊരു കുരുക്കല്ലേ? അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് ഡിവോഴ്സ് അല്ലാതെ വേറെന്ത് മാർഗമാ ഉള്ളത്? ആദ്യ ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞതാ നിധി. പക്ഷെ ഹോസ്റ്റലും വീടും ഒന്നും ശരിയായില്ല. അന്ന് നിധി ബാഗ് എടുത്ത് പോയത് ഒരു വീട് ശരിയായെന്ന് കരുതിയിട്ടാ. അവസാന നിമിഷം അത് കിട്ടാതെ അവള് തിരിച്ചു വന്നത്. ഇവർ അന്ന് വരാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. ഇതാണ് സത്യം. ഈ സത്യം എങ്ങനെ നിങ്ങളെ അറിയിക്കുമെന്ന് കരുതി ഇത്രയും നാളും പോയി. പക്ഷെ ഇന്ന് ഡിവോഴ്സിന്റെ കാര്യം നീ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ഹരീഷെ, ഇത്രയൊക്കെ നടന്നിട്ടും എന്താ ഞാനൊന്നും മിണ്ടാത്തേന്നാ നീ ചോദിച്ചില്ലേ? എല്ലാം അറിയുന്ന ഞാൻ എന്ത് മിണ്ടാനാടാ? എന്ത് മിണ്ടാനാ? നിധി പറയുന്നു, ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. എന്റെ വീട്ടുകാരി നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം ഒരു ഫേക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാ സമ്മതിച്ചത്. അന്നത്തെ വലിയൊരു ട്രോമയില് എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. സ്റ്റേഷനിൽ വെച്ചൊരു കല്യാണം നടന്നാൽ അത് ലീഗലാകുമെന്നും ആലോചിച്ചില്ല. സുധീഷിനെ ഇങ്ങനെ ഒരു കുടുക്കിൽപ്പെടുത്തിയത് ശരിക്കും ഞാനാ. സുധീഷിന്റെ ജീവിതത്തിൽ മറ്റൊരു കല്യാണം നടക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് ഈ നുണക്കല്യാണം ഒരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാ ഡിവോഴ്സ് വാങ്ങാനായിട്ട് വക്കീലിനെ കാണാൻ പോയത്. നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ചതി ചെയ്തു എന്ന് തോന്നും. പക്ഷെ ഒന്നും മനഃപൂർവ്വമല്ല. ദയവ് ചെയ്ത് മാപ്പ്. അങ്ങനെ കൈകൂപ്പി പൊട്ടിക്കരയുകയാണ് നിധി. നികേഷ് കരഞ്ഞുകൊണ്ട് നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, സോറി നികേഷ്. ഇത് കേട്ട് നികേഷും പൊട്ടിക്കരയുകയാണ്. കണ്ടു നിറങ്ങിയ വിഷമത്തോടുകൂടി പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. ഹരീഷ് പറയുന്നു, ഒരു കാര്യം കൂടി എനിക്കറിയണം. ഇതാണ് സത്യമെങ്കിൽ പരസ്പരം പ്രേമിച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങളോട് നുണ പറഞ്ഞത് എന്തിനാ? വാ തുറന്നാൽ നുണ നുണ നുണ. എടാ, എത്ര തവണ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മറക്കുന്നുണ്ടോന്ന്? അതിന് ഉത്തരം പറയാൻ മറ്റൊരു നുണ. എടോ, ഞങ്ങൾ എന്താ അത്രയ്ക്ക് വിട്ടികളാണോ? കണ്ടു നിറങ്ങിയ സുധീഷ് പറയുന്നു, നിർത്തടാ. എപ്പോ നോക്കിയാലും ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ നുണയൻ, ഞാൻ നുണയൻ, ഞാൻ നുണയൻ. സത്യം പറയാൻ വിധത്തിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ നുണ പറയുന്നത്? ഈ കുടുംബത്തിലെ നാണക്കേടിനെ കുറിച്ചും നാട്ടുകാര് നമ്മളെ കുറിച്ച് പറയുന്നതും കേൾക്കുമ്പോൾ എങ്ങനെയാടാ സത്യം പറയാൻ കഴിയുക? ഇത്രയും കാലം ഈ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം തോന്നിയിട്ടുണ്ടോ? ഈ നാട്ടുകാര് നമുക്കൊരു മതിപ്പ് തന്നിട്ടുണ്ടോടാ? ആണുങ്ങൾ മാത്രമുള്ള ഈ വീടിനെ പറ്റി എത്ര ഇല്ലാ കഥകൾ പിറന്നു. അത് മറക്കാനും മറികടക്കാനുമാ ഞാൻ ഈ നുണകൾ പറഞ്ഞു തുടങ്ങിയത്. ശരിയാ, ഈ കല്യാണം ശരിക്കും നടന്നതാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണെന്നോ? എടാ, ശരിക്കും ഈ കല്യാണം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചോദിക്കും അതെങ്ങനെയാണെന്ന്, ഇല്ലേ? അപ്പോ പരസ്പരം പ്രേമിച്ചിട്ടെന്നല്ലാതെ ഈ ലോകത്ത് എന്ത് മറുപടിയാടാ ഉള്ളത്? നീ പറ. മറുപടിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അത് നുണയാ. പക്ഷെ മറുപടിക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂവെങ്കിൽ അത് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നിവൃത്തിക്കേട്. എന്റെ നുണകളെല്ലാം നിവൃത്തിക്കേടാടാ. സത്യം അറിയുമ്പോൾ അറിഞ്ഞോട്ടെ, അതുവരെ എല്ലാം നന്നായിരിക്കട്ടെ. സത്യം അറിയുമ്പോൾ എന്നെ കുറ്റം പറയുന്നവര് പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചോളൂ. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിശ്വസിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയിട്ടാടാ. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവർക്കാകാം, ശിക്ഷിക്കുന്നവർക്ക് അതും ആകാം. ശിക്ഷിക്കണോ നിനക്ക്? ശിക്ഷിക്കണമെങ്കിൽ വാ, ഞാൻ ആ മുറ്റത്തുണ്ടാകും. എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ കരഞ്ഞുകൊണ്ട് സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് നിധിയും നികേഷും. നിധി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പോകുമ്പോൾ കണ്ടു നിറങ്ങിയ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഹരീഷ്. നികേഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്? സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് നികേഷ്. സുധീഷ് കണ്ടു നിറങ്ങിയ തളർന്ന മനസ്സുമായി പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ് ഭാസ്കരൻ. പൊട്ടിക്കരയുന്ന നികേഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. ഹരീഷും കസേരയിലേക്ക് ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് രാത്രി ഹരീഷ് ഓർക്കുകയാണ് ഭാസ്കരൻ സുധീഷിനെ നിധിയുടെ റൂമിലാക്കിയതും സുഭാഷ് റൂമിൽ നിന്നും പിടിച്ചിറക്കിയതുമെല്ലാം. പിന്നീട് ഹരീഷ് സുഭാഷിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ജീവിതം ആരംഭിക്കാനെന്ന്. അത്ര സ്വാർത്ഥനാകരുത് സുഭാഷ് ഏട്ടൻ. തുടർന്ന് കരഞ്ഞുകൊണ്ട് ആലോചിച്ച് അടുക്കളയുടെ പുറത്ത് നിൽക്കുകയാണ് സുഭാഷ്. ഹരീഷ് അരികിലേക്ക് വരുമ്പോൾ കണ്ണീര് തുടയ്ക്കുകയാണ് സുഭാഷ്. തുടർന്ന് സുഭാഷ് പറയുന്നു, ഹരീഷെ, എടാ, വീട്ടിൽ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറയണമായിരുന്നു. അതിനെനിക്ക് കഴിഞ്ഞില്ല. കുറച്ചപ്പുറത്തായി വന്ന നിധി അവരെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഞാൻ മനഃപൂർവ്വം ഒളിച്ചതല്ല. നീ എങ്ങനെ അത് എടുക്കുക എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പരസ്പരം ആഗ്രഹിക്കാതെയും വിചാരിക്കാതെയും രണ്ടുപേരൊരു കല്യാണക്കുടുക്കിൽ പെട്ടുപോകുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷും നിധിയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാത്രി ഉറങ്ങാനായി കിടക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. ഈ സമയം കണ്ടു നിറങ്ങി അവിടേക്ക് വന്ന സുധീഷ് സുഭാഷിന്റെയും ഹരീഷിന്റെയും ഇടയിലേക്ക് കിടക്കുകയാണ്. സുധീഷ് കരയുമ്പോൾ കെട്ടിപ്പിടിക്കുകയാണ് ഹരീഷ്. കണ്ടു നിറങ്ങി അവരെ നോക്കുകയാണ് സുഭാഷും നികേഷും. കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, നിധിക്ക് ഒരുപക്ഷെ ഇതൊരു ഫേക്ക് മാരേജ് ആയിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ലടാ. എപ്പോഴും പറയുന്നത് പോലെ ഇത് നുണയല്ലടാ. ഇത് കേട്ട് സുധീഷിനെ ആശ്വസിപ്പിച്ച് കണ്ടു നിറങ്ങി കെട്ടിപ്പിടിക്കുകയാണ് ഹരീഷ്. സുഭാഷും നികേഷും സുധീഷിനെ ചേർത്ത് പിടിക്കുന്നു. തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സാന്ദ്ര. 5 ആണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ നീ എങ്ങനെ നിൽക്കുമെന്ന് ചോദിച്ച് സാന്ദ്ര നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നിധി ചോദിക്കും,
ചോദിക്കുകയാണ്, 5 ആണുങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ പ്രശ്നം ഉണ്ടാകണമെന്നാണോ? അങ്ങനെ ഒരു വീട്ടില് ഒരു പെൺകുട്ടിക്ക് സേഫ്റ്റി ഉണ്ടാകില്ലെന്ന് എങ്ങനെ ഏട്ടത്തിക്ക് പറയാൻ പറ്റും? അങ്ങനെ സാന്ദ്രയോട് ആ വീടിനെ കുറിച്ചും ആ വീട്ടിലുള്ളവരെ കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ പറയുകയാണ് നിധി. എല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് സാന്ദ്ര. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.